ഡോളറിൻ്റെ വില കൂടുന്നു, രൂപയുടെ മൂല്യം ഇടിയുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ എന്നും കേൾക്കാറുണ്ടല്ലേ. എന്താ കാരണം? ഡോളർ എന്തുകൊണ്ടാണ് ഇത്രയും വില കൂടി പോകുന്നത്? രൂപയുടെ മൂല്യം 40 രൂപ, 50 രൂപ, 60 രൂപ, 80 രൂപയിൽ ഒരിക്കലും കൂടിപ്പോവില്ല എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഇപ്പോൾ 83 രൂപ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡോളർ ഇത്ര ശക്തനായിട്ട് മുന്നേറുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ചില ഇമ്പോർട്ടൻ്റ് കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കാരണം, വിദേശ നാണ്യ വിപണിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡോളറാണ്. രാജ്യങ്ങൾ തമ്മിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ നടത്തുമല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും, അതുപോലെ ജ്വല്ലറി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും, അതുപോലെ ഇന്ത്യ പെട്രോളിയം പ്രോഡക്ട്സും ക്രൂഡ് ഓയിലും അതുപോലെ സ്വർണവും ഒക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ പണം കൈമാറുന്നത് ഡോളറിലാണ്, അല്ലാതെ രൂപയിലല്ല. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും 90% കറൻസിയുടെ കൈമാറ്റം നടക്കുന്നതും ഡോളറിലാണ്. അപ്പോൾ 90% എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം രാജ്യങ്ങൾ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്താണ് വ്യാപാരം നടത്തുന്നെന്നുള്ള കാര്യം. അപ്പോൾ അതാണ് ഒരു വലിയ പ്രധാന കാരണം. വർഷങ്ങളായിട്ട് പിന്തുടർന്നു കൊണ്ടുവന്നിരുന്ന ആ ഒരു ശീലം രാജ്യങ്ങൾക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഈ റഷ്യ യുദ്ധമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഓരോ രാജ്യങ്ങളും ഞങ്ങളുടെ കറൻസിയിൽ ഞങ്ങൾക്ക് ട്രേഡ് ചെയ്യാമല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ റുപ്പിയിൽ ട്രേഡിങ് പറ്റുമോ അറിയാനായിട്ടുള്ള ട്രയൽ നടത്തുന്നത്. അതുപോലെ റഷ്യയായിട്ട് അതിനുള്ളതുകൾ ചെയ്തു തുടങ്ങി, UAE ആയിട്ട് അതിനുള്ള കരാറുകൾ, ബാങ്കുകളായിട്ടുള്ള അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിദേശ നാണ്യ വിപണിയിൽ ഇത്രയധികം സ്വാധീനം ഡോളറിനുണ്ട്. അത് 1-2 വർഷം കൊണ്ടല്ല, ഓവർ ദ ഇയേഴ്സ് ഡോളർ കൈവരിച്ച ഒരു വലിയ നേട്ടമാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റർനാഷണൽ ഏജൻസികളിൽ നിന്നുള്ള ഫണ്ടുകൾ, അതായത് ലോണായിട്ടും ഒക്കെ രാജ്യങ്ങൾക്ക് കിട്ടുമല്ലോ, കടമായിട്ട് എടുക്കുമല്ലോ, അതെല്ലാം വരുന്നത് ഡോളറിലാണ്. ഇപ്പോൾ പാകിസ്ഥാനാണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും ഒക്കെ കടക്കെണിയിലാണെന്നുള്ള ന്യൂസുകൾ നമ്മളെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കടം മുഴുവൻ വരുന്നതും വീണ്ടും ഡോളറിൽ തന്നെയാണ്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഓരോ രാജ്യത്തെയും റിസർവ് ബാങ്കുകൾ ഉണ്ടാവില്ല, കേന്ദ്ര ബാങ്കുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ റിസർവ് ബാങ്ക് പോലെ, അവരുടെയൊക്കെ കരുതൽ ധനശേഖരം ഉണ്ടാവും. അതും മിക്കവാറും ഡോളറിലാണ്. ഗോൾഡിലുണ്ട്, പക്ഷേ ഡോളറിലാണ് ഭൂരിഭാഗവും. അപ്പോൾ അങ്ങനത്തെ രീതിയിലും ഡോളർ കുമിഞ്ഞു കൂടുന്നുണ്ട് രാജ്യങ്ങളുടെ ബാങ്കുകളിൽ. നമ്മളിപ്പോൾ പേഴ്സണലി വിചാരിക്കുകയാണെങ്കിൽ വ്യക്തികൾ നമ്മളൊരു എമർജൻസി ഫണ്ട് സൂക്ഷിച്ചു വെക്കില്ലേ, അതുപോലെ തന്നെ രാജ്യത്തെ കേന്ദ്ര ബാങ്കുകൾ എമർജൻസി ഫണ്ട് പോലെ ഈ റിസർവ്സ് സൂക്ഷിച്ചു വെക്കുന്നത് ഡോളറിലാണ്. അതുപോലെ പല രാജ്യങ്ങളിലും ആ രാജ്യങ്ങളിലെ കറൻസികൾക്ക് പകരം ഡോളറിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. പല പാവപ്പെട്ട രാജ്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ ജീവിക്കുന്നത് ടൂറിസം കൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ അവിടങ്ങളിലൊക്കെ ഡോളർ വളരെ ശക്തമാണ്. സാധാരണ രീതിയിലുള്ള കറൻസി പോലെ തന്നെ അവരുടെ നാട്ടിലത് ട്രാൻസാക്ഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം എന്തുകൊണ്ട് ഡോളർ ശക്തമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ ഇക്കോണമിയുടെ ആ ഒരു സ്ട്രെങ്ത്ത്, അവരുടെ ബാങ്കിങ് സിസ്റ്റം, അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ്, എല്ലാ രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിനോട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മൾ രാവിലെ തന്നെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്, അവിടുത്തെ ഇൻഡിസസ് എത്ര മൂവ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മൂവ് ചെയ്യണമെന്നുള്ളൊരു കാൽക്കുലേഷനിലല്ലേ നമ്മൾ ട്രേഡിംഗ് ഒക്കെ ഇവിടെ തുടങ്ങാം. അപ്പോൾ അവരുടെ ആ ഒരു സ്ട്രോങ് സിസ്റ്റം, അതുപോലെ വളരെ സുതാര്യമാണ് അവിടുത്തെ സിസ്റ്റം. അത് എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ പ്രോജക്റ്റുകൾ ഓരോ രാജ്യങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഏജൻസികളിൽ നിന്ന് മാത്രമല്ല, പല രാജ്യങ്ങളുടെയും പ്രോജക്റ്റുകൾ, നമ്മുടെ നാട്ടിലും പല ഇൻ്റർനാഷണൽ പ്രോജക്റ്റുകളൊക്കെ നടക്കാറുണ്ടല്ലോ, കുടിവെള്ള പ്രോജക്റ്റ്, അതുപോലെ പല പ്രോജക്റ്റുകൾ. അപ്പോൾ ഈ പ്രോജക്റ്റുകൾക്കുള്ള പണം വരുന്നതും ഡോളറിൽ തന്നെയാണ്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ ഡോളറിൽ ആൾക്കാർ ഇപ്പോൾ ഈ മാന്ദ്യമൊക്കെ വരുമല്ലേ, അപ്പോൾ ഈ റിസഷൻ്റെ സമയത്ത് ഒരു സേഫ് കറൻസി എന്നുള്ള നിലയിൽ
അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോറക്സ് മാർക്കറ്റിൽ മാത്രമല്ല അല്ലാതെയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ റിസഷൻ വരണു എന്നുള്ളൊരു ഫിയറുള്ള സമയത്ത് FIIs ഇന്ത്യയിൽ നിന്ന് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം പിൻവലിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ആ ഒരു ബോണ്ട് ഈൽഡ് കൂടുന്നത് അമേരിക്കൻ സിസ്റ്റത്തിൽ നിക്ഷേപിക്കാനായിട്ട് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റു രാജ്യങ്ങളുടെ കറൻസികളേക്കാൾ കൂടുതൽ. അപ്പോൾ അങ്ങനത്തെ രീതിയിലും ഡോളറിൽ നിക്ഷേപം കുമിഞ്ഞു കൂടുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളും തുടർന്നു വന്ന ശീലങ്ങൾ മനുഷ്യർക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അല്ലേ? അതുപോലെ തന്നെയാണ് രാജ്യങ്ങൾക്കും. ഇത്രയും വർഷം ഡോളറിൽ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് അവർക്ക് അങ്ങോട്ട് നിർത്തിവെക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു യുദ്ധം വന്ന സമയത്താണ് രാജ്യങ്ങൾക്ക് തോന്നിയത്, എന്തിനാ ഇനി ഞങ്ങൾ ഡോളറിൽ തന്നെ സാധനങ്ങൾ വാങ്ങിക്കണേ, ഞങ്ങൾക്ക് അതാത് രാജ്യത്തിൻ്റെ കറൻസിനെ ശക്തിപ്പെടുത്താനായിട്ട് ഞങ്ങളുടേതായ രീതികൾ ഞങ്ങൾക്ക് അവലംബിക്കാമല്ലോ എന്നുള്ള തോന്നലുകൾ വന്നേക്കണത്. അപ്പോൾ ഈ ഒരു മാറ്റം വരണമെങ്കിൽ അത് ഇനിയും കുറേ വർഷങ്ങൾ എടുക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം പെട്ടെന്നൊന്നും ഇനി ഡോളറിൻ്റെ ശക്തി ക്ഷയിക്കാനൊന്നും പോകണമെന്നില്ല. അത് കുറേ നാളുകൾ ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ നിലനിൽക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് തൊട്ട് തുടങ്ങിയ ആ ഒരു തേരോട്ടം ഇത്രയും വർഷം തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളത് തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും സമയത്ത് അമേരിക്ക പല രാജ്യങ്ങൾക്കും ആയുധങ്ങൾ വിറ്റ് അവരുടെ പണം മുഴുവൻ അമേരിക്കൻ ഇക്കോണമിയിലേക്ക് എടുക്കുമായിരുന്നു. അപ്പോൾ 1947 ആയ സമയത്ത് ഗോൾഡ് റിസർവ്സിൻ്റെ 70% ആ രീതിയിൽ അമേരിക്കയുടെ കയ്യിലെത്തിയിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിനെ ഗോൾഡായിട്ട് പെഗ് ചെയ്തിരുന്നു കുറേ സമയം. അപ്പോൾ ഗോൾഡിൻ്റെ മൂവിനനുസരിച്ചായിരുന്നു ഡോളർ മൂവ് ചെയ്തിരുന്നത്. പിന്നെ 1971 ആയപ്പോഴേക്കും റിച്ചാർഡ് നിക്സൺ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോളറും ഗോൾഡുമായിട്ടുള്ള അത് അങ്ങോട്ട് മാറ്റി. ഇനി തൊട്ട് ഡോളർ സ്വതന്ത്ര കറൻസി ആയിട്ട് തന്നെ നിൽക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ സ്വതന്ത്ര കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അനുസരിച്ച് അതിന് വില വരും എന്നുള്ള അവസ്ഥ വന്നതോടുകൂടി ഡോളർ കുറേ കൂടി ശക്തനായി. അപ്പോൾ ഈ ഒരു സിസ്റ്റം പെട്ടെന്നൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇത് കുറച്ച് നാളുകൂടി തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോഴെങ്കിലും രാജ്യങ്ങൾ അവരുടെ കറൻസികളെ ശക്തിപ്പെടുത്താൻ അവരുടെ കറൻസികളിൽ ട്രേഡ് ചെയ്യാമെന്നുള്ള ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. അത് ഒരു പുതിയ ഒരു ഗ്ലോബൽ സിസ്റ്റം വരുത്തും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോ കറൻസി എന്തുകൊണ്ട് അവരുണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം പറയണത് ഡോളറിന് ഒരു പകരക്കാരനാവാനാണ്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ വില പക്ഷേ ഇപ്പോൾ എവിടെ എത്തി നിൽക്കണേ? 69,000 വരെ പോയിട്ട് ഇപ്പോൾ വീണ്ടും 16,000 എത്തി, വീണ്ടും ഇപ്പോൾ 21,000. അപ്പോൾ അതിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും ഏകദേശം അറിയാം. ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള നിയമങ്ങൾ വരുന്നുണ്ട്, അതിനുള്ള റെഗുലേഷൻസും ഫ്രെയിം വർക്കും വരുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസികളോ ബിറ്റ്കോയിനോ ഒരു ക്രിപ്റ്റോ കറൻസികളും ഡോളറിന് പകരക്കാരനാകുന്നില്ല. ഇന്ത്യയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വിദേശ നിക്ഷേപകർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഡോളറിൻ്റെ ശക്തി ക്ഷയിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ആ ഒരു മണി ഫ്ലോ വീണ്ടും നമ്മുടെ ഇക്കോണമിയിലേക്ക് ഉണ്ടാവുമ്പോൾ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്നുള്ള അഭിപ്രായം എല്ലാ വിദഗ്ധരും പങ്കുവയ്ക്കുന്നുണ്ട്.